സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ഫണ്ട് നൽകേണ്ട പദ്ധതികൾക്ക് പണം ചെലവഴിക്കുന്നത് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് കടമെടുത്ത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആശുപത്രി വികസന സമിതികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റിന് നിരക്ക് ഏർപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ്. രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി മെഡിക്കൽ കോളേജുകൾക്ക് പണം അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ പണം നൽകുന്നില്ല. പകരം ആശുപത്രി വികസന സമിതിയിൽ നിന്ന് തുടർച്ചയായി കടമെടുത്ത് ചിലവഴിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ വിതരണം ചെയ്ത വകയിലുള്ള കുടിശ്ശികയും മിൽമയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നത് ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിൽ നിന്ന്. കൊറോണ കുടിശ്ശിക ഇനത്തിലും സർക്കാർ ആശുപത്രി വികസന സമിതിക്ക് നൽകാനുള്ളത് 30 കോടിയാണ്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ആശുപത്രി വികസന സമിതികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചതിനു പിന്നിൽ പ്രധാന കാരണം ഇതാണെന്ന ആരോപണം ഇതോടെ ബലപ്പെടുകയാണ്. സാധാരണക്കാരായ രോഗികളെ പിഴിഞ്ഞ് ഫണ്ട് സമാഹരിക്കുകയാണ് ലക്ഷ്യം. ശരാശരി 3300 പേർ വിവിധ OPകളിലായി പ്രതിദിനം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇതുവഴി ഒരു ദിവസം 1,00,000 ലക്ഷം രൂപ ആശുപത്രി വികസന സമിതി ഫണ്ടിലേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.